മഹാഭാരത കഥയിൽ പറയുന്ന ഒരു വിശേഷപ്പെട്ട കണ്ണാടിയാണ് ഛായാമുഖി. ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ മുഖം നോക്കിയാൽ നോക്കുന്ന ആളെയല്ല, മറിച്ച് കണ്ണാടിയിലേക്ക് നോക്കുന്ന ആളുടെ മനസ്സിലുള്ള വ്യക്തിയെയാണ് കാണാൻ കഴിയുക. പാണ്ഡവരുടെ വനവാസകാലത്താണ് ഭീമസേനൻ ഹിഡുംബന്റെ സഹോദരിയായ ഹിഡുംബിയെ കാണുന്നതും വിവാഹം കഴിക്കുന്നതും. ഭീമനോടുള്ള അളവറ്റ സ്നേഹം മൂലം ഛായാമുഖി എന്ന കണ്ണാടി ഹിഡുംബി ഭീമന് സമ്മാനിക്കുകയുണ്ടായി. ഭീമൻ കണ്ണാടി നോക്കുമ്പോൾ തന്റെ രൂപം കാണുമെന്ന് പ്രതീക്ഷിച്ച ഹിഡുംബി കണ്ടത് ദ്രൗപദിയുടെ മുഖം കണ്ണാടിയിൽ തെളിയുന്നതാണ്. ഹൃദയഭേദകമായ ആ കാഴ്ചയിൽ മനം തകർന്ന് ഉൾക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു അവൾ. തന്റെ കയ്യിൽ കിട്ടുന്ന എന്ത് വിശേഷ വസ്തുവും പാഞ്ചാലിക്ക് സമർപ്പിക്കാനുള്ള തിടുക്കത്തിൽ ഭീമൻ അത് പാഞ്ചാലിക്ക് കൊടുക്കുന്നു. പക്ഷെ ദ്രൗപദി അതിൽ നോക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് അർജുനന്റെ മുഖമാണ്. ദ്രൗപദിക്ക് അർജുനനോടാണ് പ്രേമെന്നറിഞ്ഞിട്ടും ഭീമന്റെ ഹൃദയത്തിൽ പാഞ്ചാലിയോടുള്ള പ്രേമത്തിന്റെ അളവ് തെല്ലും കുറയുന്നില്ല. വനവാസകാലം കഴിഞ്ഞു. പാണ്ഡവർ അജ്ഞാതവാസകാലത്തിന് തിരഞ്ഞെടുക്കുന്നത് വിരാടദേശമാണ്. ഭീമനപ്പോൾ അവിടെ പാചകക്കാരനായി കഴിയുന്ന സമയം. ദ്രൗപദി രാജ്ഞിയുടെ തോഴിയുമായിരുന്നു. ദ്രൗപദിയുടെ കൈവശമുണ്ടായിരുന്ന ഈ കണ്ണാടി രാജ്ഞിയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ദ്രൗപദിയിൽ നിന്നും ഈ കണ്ണാടിയുടെ രഹസ്യം മനസ്സിലാക്കിയ രാജ്ഞി ഇത് തൻ്റെ സഹോദരനായ കീചകനോട് പറയുന്നു. ദ്രൗപദിയിൽ നിന്നും തൻ്റെ അധികാരം ഉപയോഗിച്ച് കണ്ണാടി വാങ്ങി നോക്കുന്ന കീചകൻ പക്ഷെ ആരെയും കണ്ണാടിയിൽ കാണുന്നില്ല. അപ്പോഴാണ് കീചകന് മനസ്സിലാകുന്നത് താൻ സമീപിച്ച സ്ത്രീകളോടൊന്നും തനിക്ക് സ്നേഹമായിരുന്നില്ല എന്ന്. അവർ തൻ്റെ വെറും ഉപഭോഗ വസ്തുക്കൾ മാത്രമായിരുന്നു എന്ന്. തനിക്കും ആത്മാർത്ഥമായി പ്രണയിക്കാൻ ഒരു പ്രണയിനി വേണമെന്ന് അയാൾ കരുതുന്നു. രാജ്ഞിയുടെ തോഴിയായ ദ്രൗപദിയിൽ അയാൾ അനുരക്തനാകുന്നു. ദ്രൗപദിയെ തൻ്റെ കൂടെ ചേരാൻ അയാൾ പഠിച്ച പണി 18 നോക്കുന്നു. കീചകന്റെ ശല്യം സഹിക്കാനാവാതെ ദ്രൗപദി ഈ വിവരം ഭീമനെ അറിയിക്കുകയുണ്ടായി. കീചകനെ വകവരുത്താൻ അവർ രണ്ടുപേരും കൂടി ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അതിൻ പ്രകാരം ദ്രൗപദി പ്രേമപൂർവ്വം കീചകനെ തന്റെ മുറിയിലേക്ക് ക്ഷണിക്കുന്നു. ദ്രൗപദിയുടെ സ്ഥാനത്ത് പുതച്ചു മൂടി ഭീമനായിരുന്നു അന്നേ ദിവസം രാത്രി കിടന്നിരുന്നത്. ദ്രൗപദിയെ പ്രതീക്ഷിച്ച് മുറിയിലെത്തിയ കീചകന് തന്റെ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോകുന്നത് അറിയുന്നു. അപ്രതീക്ഷിതമായ ഈ പ്രവൃത്തിയിൽ ആശയക്കുഴപ്പത്തിലാകുന്ന കീചകനുമായി ഭീമൻ മൽപിടുത്തത്തിൽ ഏർപ്പെടുന്നു. ആയിരക്കണക്കിന് ആനകളുടെ ശക്തി നേടിയ ഭീമസേനന് കീചകനെ തോൽപ്പിക്കുക വളരെ എളുപ്പമായിരുന്നു. എന്നിരുന്നാലും കീചകൻ ഭീമനുമായി അതിശക്തമായി ഏറ്റുമുട്ടുന്നുണ്ട്, അതിശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. എന്നാലും ഒടുവിൽ മൃതപ്രായനായി ഭീമന്റെ അടിയേറ്റ് ദൂരേക്ക് തെറിച്ചു വീണ കീചകന്റെ കയ്യിൽ ഛായാമുഖി കിട്ടുന്നു. മരണവെപ്രാളത്തിലും കണ്ണാടിയിലേക്ക് നോക്കുന്ന അയാൾ കാണുന്നത് ദ്രൗപദിയുടെ മുഖമാണ്. അതായത് കേവലം ശാരീരികമായ ആസക്തി മാത്രമല്ലായിരുന്നു അയാൾക്ക് ദ്രൗപദിയോട് തോന്നിയത്. ഇത് ഭീമനും വലിയൊരു തിരിച്ചറിവായിരുന്നു. അപ്പോൾ ഭീമൻ തൻ്റെ അവസ്ഥ കീചകനിൽ ദർശിക്കുകയായിരുന്നു. എന്തെന്നാൽ ഭീമസേനന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു ദ്രൗപദി. പക്ഷേ ദ്രൗപദി കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് അർജുനനെ ആയിരുന്നു. അതുതന്നെയല്ലേ ഇവിടെ കീചകന് സംഭവിച്ചത്. കീചകൻ ഇപ്പോൾ ആത്മാർത്ഥമായി ദ്രൗപദിയെ പ്രണയിക്കുകയാണ്. പക്ഷേ ദ്രൗപദിയുടെ മനസ്സിൽ ആരാണുള്ളത്? അർജുനൻ മാത്രമായിരുന്നു.